അസ്സലാമു അലൈക്കും. നമസ്കാരം കൂട്ടുകാരെ, എല്ലാവർക്കും ഫാത്തിമ സിമ്മ ബ്ലോഗിലേക്ക് സ്വാഗതം. അപ്പം നമ്മളിന്ന് വന്നതെന്ന് വെച്ചാൽ ഒരു ഫ്ലവർ ഷോ കാണാൻ വേണ്ടി വന്നതാണ് കേട്ടോ. അപ്പം ഇവിടെ ഒരുപാട് ചെടികളുണ്ട് കേട്ടോ. പൈസ കയ്യിലുണ്ടെങ്കിൽ വാങ്ങാൻ പറ്റിയ ഒരുപാട് നല്ല വെറൈറ്റി ചെടികളൊക്കെ ഉണ്ട്. പിന്നെ അതുപോലെ നമ്മളെ നാടൻ ചെടികളുണ്ട്, ജമന്തി, അതുപോലെ ചെണ്ടുമല്ലി, ഡാലിയ, അങ്ങനത്തെ ചെടികൾ അത് വേറെ ഉണ്ട് കേട്ടോ. പിന്നെ അല്ലാത്ത നമ്മളെ പിന്നെ കുറേ വെറൈറ്റി ചെടികൾ അത് വേറെ ഉണ്ട്. അപ്പം അതൊക്കെ നമുക്കൊന്ന് നടന്ന് കാണാം കേട്ടോ. അപ്പോൾ ഒരു ഭാഗത്ത് നമ്മൾ കടന്നു വരുന്ന ഭാഗത്തിന് വലിയ റോസും പിന്നെ അതുപോലെ ജമന്തികൾ ചെട്ടിയൊക്കെ വെച്ചിട്ട് അലങ്കരിച്ച ഒരു ഇതാണ് കാണുന്നത്. നമ്മൾ ഫ്രണ്ടിൽ തന്നെ കടന്നു വരുമ്പോൾ പിന്നെ അതുകൊണ്ട് ഇവിടെ എടുത്ത് പറയേണ്ട ഒരു സംഗതി എന്ന് വെച്ചാൽ ഇവിടെ ചെയ്ത് വെച്ചതൊക്കെ നല്ല വൃത്തിക്ക് കേട്ടോ. നല്ല എന്താ പറയുക, ഗാർഡൻ സെറ്റ് ചെയ്യാൻ നല്ല ഐഡിയ ഉള്ള ആൾക്കാർ തന്നെയാണ് ഇതൊക്കെ ചെയ്ത് വെച്ചത് എന്നുള്ളത് നമുക്ക് കണ്ടാൽ തന്നെ അറിയാം കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഉണ്ടല്ലോ കമ്പി കൊണ്ട് ചെയ്തിട്ട് പിന്നെ പിന്നെ എന്താ പറയുക, ഈ പുല്ലിൻ്റെ ഇത് നമ്മളെ ഇത് വെച്ച് അലങ്കരിച്ചെടുത്തതാണ് കേട്ടോ. ഒക്കെ നല്ല വൃത്തിക്ക് തന്നെയാണ് ചെയ്തത്. പിന്നെ അതുകൊണ്ട് അതൊക്കെ കണ്ടില്ലേ, നല്ല ഭംഗി തന്നെ ഉണ്ട് കേട്ടോ കാണാൻ. നമ്മൾ ഫ്രണ്ടിൽ നിന്ന് ഇങ്ങോട്ട് കയറുമ്പോൾ വിചാരിക്കും ഇവിടെ അതേ ഉള്ളൂ എന്ന്. പക്ഷേ ഉള്ളോട്ട് പോയാൽ പിന്നെയും ഒരുപാട് കാണാനും ചെടികളൊക്കെ പൈസ കയ്യിലുള്ള ആൾക്കാരാണെങ്കിൽ വാങ്ങാനും ഒക്കെ ഒരുപാടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നല്ലോണം ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ കുടുംബശ്രീൻ്റെ ആൾക്കാരാണ് കേട്ടോ. ഇവർ ഒന്നിച്ചൊരു ഗ്രൂപ്പായിട്ടാണ് കേട്ടോ വരുന്നത്, ചെടികളും പൂക്കളും ഒക്കെ കാണാൻ വേണ്ടിയിട്ട്. അതും ഒരു സന്തോഷമുള്ള കാര്യമാണല്ലോ, കുടുംബശ്രീയിലെ അംഗങ്ങൾ ഒന്നായിട്ട് പൂക്കളും ചെടികളും ഒക്കെ കാണാൻ ഒരുമിച്ച് അല്ലേ. അങ്ങനെ ഒരു പിന്നെ എന്താ പറയുക, പുറത്തേക്ക് ഒരു പോകുമ്പോൾ ഒരു കറങ്ങാൻ പോവുക അല്ലേ, അതൊക്കെ ഒരു സന്തോഷമുള്ള കാര്യം തന്നെയാണ് കേട്ടോ. ഒരു 10-12 ആൾ ഒരുമിച്ചാണ് വന്നത്. പക്ഷെ ഒരു 3 മണിയാകുമ്പോഴേക്ക് നമ്മൾ പോകണം കേട്ടോ. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ നല്ല തിരക്കാണ് കേട്ടോ. ഇത് അരിപ്പൂവാണ് കേട്ടോ ഈ കാണുന്നത്. പക്ഷെ എന്നാൽ അതൊക്കെ വെച്ച് തന്നെ കാണാൻ നല്ലൊരു ഭംഗിയാണ് കേട്ടോ. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നാൽ റോസുകളുണ്ട്, പിന്നെ അതുപോലെ ജമന്തികളുണ്ട്, അങ്ങനെ പല ചെടികളും ഉണ്ട്. ഇതൊക്കെ കണ്ടില്ലേ, ഇതൊക്കെ നല്ല ഭംഗിയല്ലേ കാണാൻ. ഇങ്ങനെ ഒരു ബക്കറ്റിൽ നിന്ന് വെള്ളം ഇങ്ങനെ ഒഴുകി വരുന്ന മാതിരിയൊക്കെ അല്ലേ. പിന്നെ 70 രൂപയാണ് കേട്ടോ ഒരാൾക്ക് ടിക്കറ്റിന് പൈസ വരുന്നത്. 70 രൂപയാണ് വരുന്നത്. ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിൽ അവർക്ക് അതിലും കുറവുണ്ട്. പിന്നെ അതുപോലെ ഒരുപാട് പിന്നെ നമുക്ക് വാങ്ങാൻ തന്നെ ഒരുപാട് ചെടികളാണെങ്കിലും പച്ചക്കറി വിത്തുകളാണെങ്കിലും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കണ്ടില്ലേ, ഇതൊക്കെ നല്ല ഭംഗി തന്നെയാണ് കേട്ടോ കാണാൻ സെറ്റ് ചെയ്ത് വെച്ചത്. പിന്നെ അതുപോലെ ഇവിടെ നമ്മൾ കുറച്ചിങ്ങോട്ട് നടന്ന് വന്നു കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് കാണാൻ ഒരുപാട് തന്നെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ വെച്ചത് കാണാൻ എന്ത് രസമാണെന്ന് നോക്കിയേ. അതാ ചെടികളൊക്കെ തന്നെ നല്ല വൃത്തിക്കാണ്, എല്ലാ ചെടികളൊക്കെ നല്ല വൃത്തിക്ക്. പിന്നെ ഈ ഭാഗത്തുള്ള ചെടികളൊന്നും ഇപ്പോൾ സെയിലിനായിട്ടുള്ളതല്ല. അതുപോലെ തന്നെ പിന്നെ നമ്മൾ മുന്നോട്ട് ഇങ്ങനെ നടന്നു പോയാൽ വീണ്ടും നമ്മളിതാ ഈ ഒരു ഗാർഡൻ്റെ ഒരു ഭാഗത്തേക്കാണ് എത്തുന്നത്. പിന്നെ നിങ്ങളൊക്കെ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? നിങ്ങളൊക്കെ ആ ഫ്ലവർ ഷോ ഒക്കെ കാണാൻ പോണ ആൾക്കാരാണോ, പോയിനെയോ, എന്തൊക്കെയാണ് കമൻറ്റ് ചെയ്യട്ടോ. നിങ്ങൾ കോഴിക്കോട് ഭാഗത്തുള്ള ആൾക്കാരാണോ നമ്മളെ വീഡിയോ കാണുന്നത്? ചെടികളൊക്കെ വീട്ടിൽ ഉണ്ടാക്കുന്ന ആൾക്കാരാണോ? ചെടികളൊക്കെ ഇഷ്ടമുള്ള ആൾക്കാരാണോ? ഏത് തരം ചെടിയാണ് നിങ്ങൾക്ക് ഇഷ്ടമോ? അതൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടോ. അപ്പോൾ എന്താ പറയുക, നമ്മളെ വീഡിയോസ് സ്ഥിരമായിട്ട് കാണുന്ന ആൾക്കാരാണോ നിങ്ങൾ? കമൻറ്റ് ചെയ്യലുണ്ടോ? പിന്നെ അതുപോലെ ഈ ഭാഗത്ത് ഇതാ കേബേജ് ആണ് കേട്ടോ വരുന്നത്. കേബേജൊക്കെ നമ്മളിപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ വിത്ത് വാങ്ങിയിട്ടുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നത് കേബേജ് ഇപ്പോഴേക്ക് മുളച്ച് ഇതുപോണം കായ് ആവേണ്ട സമയം ആയിക്കഴിഞ്ഞിരിക്കുന്നാണ് തോന്നുന്നത്. ഇനി വാങ്ങി വെച്ചാൽ റെഡി ആവുമോ ഇല്ലേന്ന് അറിയില്ല. അപ്പോൾ ഇതൊക്കെ കണ്ടില്ലേ, നമ്മളെ ബജി മുളകൊക്കെ വെച്ചത് നല്ലൊരു ഭംഗി തന്നെയല്ലേ. അപ്പോൾ ഇതൊക്കെ വരെ കൃഷി തന്നെയാണ് കേട്ടോ ഈ ഭാഗത്ത് വരുന്നത്. പാൽച്ചീര ഉണ്ട്, പട്ടുചീര, പിന്നെ അതുപോലെ തന്നെ സുന്ദരിച്ചീര ഉണ്ട് കേട്ടോ. ഈ സുന്ദരിച്ചീരയും പാൽച്ചീരയും പട്ടുചീരയും ഒക്കെ ഇവിടെ വെച്ചത് കാണാൻ തന്നെ എന്തൊരു മൊഞ്ചാന്നറിയോ. അത് കാണുമ്പോൾ തന്നെ നമ്മളും വിത്തുകൾ വാങ്ങി വെച്ചു പോകും കേട്ടോ. അത്രക്ക് ഭംഗിയിലാണ് കേട്ടോ ഇവരിവിടെ ചെയ്തത്. പിന്നെ വഴുതിനകൾ കണ്ടില്ലേ. പിന്നെ അതുപോലെ തന്നെ
ഈ ഒരു ഭാഗത്തേക്ക് വന്നാൽ വേറെ ഏതോ ഒരു തരം ചീര ഉണ്ട് കേട്ടോ. കണ്ടോ, ഈ ഒരു ഇതിൽ അത്ര ഭംഗിയില്ല കാണാൻ. പക്ഷേ ഇതിൻ്റെ തൊട്ടടുത്ത് ഇങ്ങനെ വന്ന് നിൽക്കുമ്പോണ്ടല്ലോ നമ്മൾ ഈ ചെടീൻ്റെ കൂട്ടത്തിൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ഈ പാൽച്ചീരയും സുന്ദരി ചീരയും പിന്നെ അതുപോലെ പട്ടുചീരയൊക്കെ വെച്ച് പോയിട്ടോ. ഒരു എന്താ പറയുക, നല്ല ഭംഗി തന്നെ ഉണ്ട് കേട്ടോ കാണാൻ. പിന്നെ നിത്യവഴുതിന അതൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഒരുപാട് ബോൺസായി ചെടികളുണ്ട്. നല്ലോണം കാണാൻ തന്നെ ഉണ്ട് കേട്ടോ ഇവിടെ. ശരിക്കും വന്നാൽ ആർക്കും ഈ 70 രൂപ നമുക്ക് മുതലാകുക തന്നെ ചെയ്യും, നഷ്ടം ആവില്ല. പിന്നെ നമ്മൾ ചെടികളൊന്നും വാങ്ങിയിട്ടില്ല കേട്ടോ. കാരണം എന്ന് വെച്ചാൽ നമ്മളെ കയ്യിൽ പൈസ ഇത്തിരി കുറവായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഉണ്ടല്ലോ, ഈ ഒരു ഭാഗം മൊത്തമായിട്ട് കാശ്മീരി റോസാണ് കേട്ടോ വെച്ചേക്കുന്ന. ഒരു രക്ഷയില്ലാത്ത ഭംഗിയാണ് കേട്ടോ ഈ കാശ്മീരി റോസിന്. കാശ്മീരി റോസ് വൈറ്റും പിങ്കും ആണ് ഇവിടെ കൊടുത്തത്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഒരു അല്ലാത്ത ഓരോ ചെടികൾ റോസ് തന്നെ മിക്സായിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ ഒരുപാട് വർഷം പഴക്കമുള്ള നല്ല ബോൺസായി ചെടികളാണ് കേട്ടോ ഈ ഒരു ഭാഗത്തുള്ളത്. ആരും ഒന്ന് നോക്കിപ്പോട്ടോ, കണ്ടില്ലേ, വെട്ടുകല്ലിൻ്റെ കഷ്ണങ്ങളൊക്കെ പാകി പച്ചപ്പൊക്കെ വിരിച്ച് അങ്ങനെ നിൽക്കുന്ന ബോൺസായി മരങ്ങൾ. എത്ര വർഷം പഴക്കമുണ്ടെന്നൊന്നും ഞമ്മക്ക് അറിയൂല. അതൊന്നും ഇവിടെ എഴുതി വെച്ചിട്ട് ഉണ്ടോയെന്നുള്ളത് നമ്മൾ അത്രേ നോക്കിയിട്ടുള്ളൂ കേട്ടോ. ഈ കാശ്മീരി റോസ് തന്നെയാണ് കേട്ടോ ഈ ഒരു ഭാഗം ഫുള്ളായിട്ട് വരുന്നത്. പിന്നെ ഇടയ്ക്ക് ഇതാ കണ്ടില്ലേ 1-2 റോസ് അല്ലാത്തതും കൊടുത്തിട്ടുണ്ട്. അതെന്താ വെച്ചാൽ ഈന് ചിലപ്പം കണ്ണെട്ടാണ്ടിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കുമല്ലോ. ആടുന്ന് ഇങ്ങോട്ട് നമ്മൾ വന്നു കഴിഞ്ഞാൽ വീണ്ടും പിന്നെ കടലാസ് പൂക്കളാണ് കേട്ടോ പിന്നെ വരുന്നത്. ഫയർ ഓപ്പാൽ ഓറഞ്ച് ഉണ്ട്, പിന്നെ അതുപോലെ റൂബി റെഡ് ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ വീണ്ടും ഫയർ ഓപ്പാലാണ്, പിന്നെ അതുപോലെ തന്നെ ഫ്ലെയിം റെഡ് ഉണ്ട്. അങ്ങനെ വന്നിട്ട് എന്തോ ഒരു മൊഞ്ചാന്ന് നോക്കി നിങ്ങൾ ഈ ഫയർ ഓപ്പാൽ ഓറഞ്ചിൻ്റെ ഒക്കെ ഒരു ഭംഗി. പിന്നെ ഒന്നും പറയണ്ട മക്കളെ, അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നാൽ പിന്നെ ഉള്ളത് നമ്മളെ അഡീനിയം പ്ലാന്റ്സുകളാണ് കേട്ടോ. ഒരു രക്ഷയില്ല. അല്ല എന്താ അതിൻ്റെ ഒരു ഭംഗി നോക്കി നിങ്ങൾ ആരും ഒന്ന് നോക്കിപ്പോ. ചുരുക്കി പറയുകയാണ്, നമ്മൾ ഐശ്വര്യ റായ് ഏറ്റവും വന്ന് നിൽക്കുന്ന പോലെ ഉണ്ട് കേട്ടോ മക്കൾ. അത്രയും ഭംഗിയിലാണ് ഈ ചെടികൾ മൊത്തത്തിലുള്ളത്. ചട്ടിയോടൊക്കെ എടുത്ത് പോരാനൊക്കെ തോന്നും ഞങ്ങൾക്ക്, പക്ഷെ എടുത്ത് പോരാൻ പറ്റൂലല്ലോ. ഇതൊന്നും വിൽപ്പനക്കുള്ള അല്ല കേട്ടോ, നമുക്ക് കാണാൻ വേണ്ടിയിട്ട് വെച്ചതാണ്. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു ഭാഗത്തേക്ക് വന്നിക്കെങ്കിൽ വീണ്ടും നമ്മളെ ബോഗൺവില്ലൻ്റെ ഭാഗം തന്നെയാണ്. പിന്നാണ് നമുക്ക് വാങ്ങേണ്ട സാധനങ്ങളൊക്കെ ഉള്ളത്. ഇവിടെയൊക്കെ എന്താ പറയുക, പച്ചക്കറി വിത്തുകളൊക്കെ ആണ് കേട്ടോ ഉള്ളത്. ഞങ്ങളൊരു നിത്യവൈതനൻ്റെ വിത്ത് വാങ്ങി, പിന്നെ അതുപോലെ ഒരു കേബേജിൻ്റെ വിത്തും വാങ്ങി കേട്ടോ. 20 ഉറുപ്പ്യാണ് വിത്തിന് വില വരുന്നത്. ഒരുപാട് വിത്തുകളുണ്ട് കേട്ടോ, ചെടികളതായാലും പച്ചക്കറികളായാലും. പിന്നെ ഈ നിത്യവഴുതിന വലിയ കുഴപ്പമില്ലാത്തതാന്ന് തോന്നുന്നു. നിത്യവഴുതിന എന്നുള്ള പേര് പോലെ തന്നെ ദിവസവും വഴുതിന കിട്ടുമെന്നാണ് വിചാരിക്കുന്നത്. എന്തായാലും ഞാൻ വാങ്ങിക്കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ബാക്കി വിശേഷങ്ങൾ നിങ്ങളെ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. ആരൊക്കെ നിങ്ങളൊക്കെ വീട്ടിൽ ഈ നിത്യവൈദ്യന ഉണ്ടോ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അതെങ്ങനെയാണ് അതിൻ്റെ ടേസ്റ്റും കാര്യങ്ങളും ഞാൻ ഇന്ന് വരെ കഴിച്ചിട്ടില്ല, കണ്ടിട്ടുമില്ല. പക്ഷേ ഇവിടെ ഈ എന്താ പറയുക പരിപാടിക്ക് വന്നപ്പോൾ ഞാൻ സംഭവം കണ്ടിട്ടോ എന്നതാണ്. ഈ ഭാഗത്തൊക്കെ കുറേ ഔഷധ സസ്യങ്ങളാണ് വെച്ചേക്കുന്നത്. അപ്പം അത് ഇങ്ങോട്ട് കഴിഞ്ഞാൽ പിന്നെ ഓർക്കിഡിൻ്റെ ഒരു ലോകം തന്നെയാണ് കേട്ടോ വരുന്നത്. ഒരു രക്ഷയില്ലാത്ത ഫ്ലവേഴ്സാണുള്ളത്. ഓർക്കിഡുകൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും വാങ്ങാൻ പറ്റിയ ഒരുപാട് ഓർക്കിഡ് വെറൈറ്റികൾ ഇവിടെ ഉണ്ട്. വെറും 350 ഉറുപ്പ്യൊക്കെ വരുന്നത് നല്ല ഫ്ലവറോട് കൂടിയ നല്ല ഹെൽത്തി ആയ ചെടികൾക്ക്. പിന്നെ അതുപോലെ തന്നെയാണ് പിന്നെ ടിസ്റ്റ് വെറൈറ്റി ഉണ്ട്, ആൻറ്റിലോപ്പ് വെറൈറ്റി ഉണ്ട്. പക്ഷേ ഓരോ വെറൈറ്റിക്ക് അനുസരിച്ച് റേറ്റ് വരുന്നുണ്ട് കേട്ടോ. ആൻറ്റിലോപ്പോ ടിസ്റ്റോ ഒക്കെ ആണെങ്കിൽ 600-650 ഒക്കെ വരുന്നുണ്ട്. സാധാ ഡെൻഡ്രോബി ആണെങ്കിൽ 350-300 അങ്ങനെയൊക്കെ വില വരുന്നുണ്ട് കേട്ടോ. നമ്മൾ ചെടികളൊന്നും വാങ്ങില്ല, നമുക്ക് ഇഷ്ടപ്പെട്ട ചെടികൾ ഒരുപാടുണ്ട് പൊന്നാര മക്കളെ. പക്ഷെ ഒരു രക്ഷയില്ല, കയ്യിൽ പൈസ ഉണ്ടെങ്കിലല്ലേ വാങ്ങാൻ പറ്റൂ. ഒക്കെ കണ്ട് നുണച്ചിറക്കി പോരുകയെന്നല്ലാണ്ട് പിന്നെ എന്തേത്തും പറയാനാ. അങ്ങനെയൊക്കെ കണ്ട് നുണച്ചിറക്കി ഞാൻ പോകുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെ കണ്ടില്ലേ, എന്താ പറയുക, ചെടികൾ കാണുമ്പോൾ പിന്നെ നല്ല നല്ല ഫുഡ് കണ്ടാൽ എനിക്ക് അങ്ങനെ അലപ്പ് തോന്നൂല. പക്ഷെ ചെടികൾ കണ്ടാൽ ഒരു രക്ഷയില്ല കേട്ടോ, തല കറങ്ങുകയാണ്. പൈസ അല്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ വാങ്ങാണ്ട് പോരല്ലാണ്ട് ഒഴിവില്ലല്ലോ. ഞാൻ അഥവാ കടോ വിലയാക്കി വാങ്ങിയെങ്കിൽ എൻ്റെ മക്കളെന്നെ ചവിട്ടി കൂട്ടി കുപ്പയിൽ എറിയുകയും ചെയ്യും.
അപ്പം ഞാൻ വാങ്ങിയിട്ടില്ല കേട്ടോ. ഞാൻ കടിച്ച് പിടിച്ച് ഞാൻ നിന്ന് ഒക്കെ കാണുകയാണ് മക്കളെ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ വിശേഷങ്ങൾ. ഇത് ഓൺസീഡിയത്തിൻ്റെ വെറൈറ്റി, പിന്നെ അതുപോലെ ഡെൻഡ്രോബിയത്തിൽ തന്നെ വരുന്ന വെറൈറ്റികൾ. അങ്ങനെ എൻ്റെ പാത്ത് ഓരോന്നും എന്നെ നുണപ്പിക്കാനാണെന്നൊന്നും ഓർമ്മയില്ല. വീഡിയോ അതായിക്ക് ഓരോന്ന് ക്ലിയറാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ എന്താ പറയുക, കുറച്ചൊരു ക്ലിയറിൻ്റെ കുറവുണ്ട് കേട്ടോ വീഡിയോസ് മൊത്തത്തിൽ. അപ്പം നിങ്ങൾക്ക് കണ്ടിട്ട് എന്താണ് തോന്നുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യും മക്കളെ. ചെടികളെ സ്നേഹിക്കുന്നവർക്ക് എന്താ പറയുക, ചെടികൾ ഇങ്ങനെ വീഡിയോസ് കാണുന്ന ഒരുപാട് ഇഷ്ടമായിരിക്കുമല്ലോ അല്ലേ? ആണോ അല്ലേ നിങ്ങളൂടി പറയട്ടോ. ഞാൻ എൻ്റേതായ അഭിപ്രായങ്ങളാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങൾക്കൂടി ഇഷ്ടമാവോ ഇല്ലേ എന്നുള്ളത് ഞമ്മക്കറിയില്ലല്ലോ. നിങ്ങളെ അഭിപ്രായങ്ങൾ എന്താണെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്താലല്ലേ ഞമ്മക്കറിയാൻ പറ്റും. അപ്പോൾ അതും കൂടി നിങ്ങളൊന്ന് കണക്കിലെടുക്കുക കേട്ടോ. ഇപ്പോൾ ഏതാണ്ട് ഒരു 4:30-5 മണിയൊക്കെ ആയപ്പോൾ വല്ലാത്തൊരു തിരക്ക് തന്നെ വരുന്നുണ്ട് കേട്ടോ മക്കളെ. അപ്പം നമ്മളിങ്ങനെ നടന്ന് പോയിക്കൊണ്ട് നിൽക്കുകയാണ്. അങ്ങനെ പോയിക്കൊണ്ട് നിൽക്കുമ്പോഴത്തേക്ക് ഒരു മൊഞ്ചത്തിൽ നമ്മളെ നോക്കി അങ്ങനെ ചിരിച്ചണ്ട് നിൽക്കുന്നു. എന്താക്കാനാ, അങ്ങോട്ടൊരു ചിരിയും കൊടുത്ത് തിരിച്ചു പോരല്ലാണ്ട് ഒരു രക്ഷയില്ല. പിന്നെ വാൻഡ വെറൈറ്റികളും ഉണ്ട് കേട്ടോ. അപ്പം അതൊക്കെയാണ് നമ്മളെ ഓർക്കിഡിൻ്റെ ഭാഗത്തെ വിശേഷങ്ങൾ. ആടുന്ന് ഇങ്ങോട്ട് പോന്നാൽ പിന്നെ അതേക്കിയ മക്കളെ വേറൊരു ലോകം. പിന്നെ വലിയ കുഴപ്പമില്ലാത്ത ലോകമാണെന്ന് തോന്നുന്നു. ആന്തൂറിയോ അതിൻ്റെ അടുത്തേക്ക് നമ്മളങ്ങനെ വലിങ്ങനെ അടുത്തിട്ടില്ല. അതിനെക്കൊണ്ട് പിന്നെ അത്ര ഒരു ഇത് തോന്നുന്നില്ല. പിന്നെ ചെമ്പരത്തികൾ, ഫേൺ വെറൈറ്റികൾ, പിന്നെ ആന്തൂറിയത്തിൽ തന്നെ വേറെ വെറൈറ്റികൾ, അങ്ങനെ പിന്നെ സ്നേക്ക് പ്ലാന്റുകൾ, പിന്നെ കനകാംബരം എന്ന് പറയുന്ന ചെടികൾ, പിന്നെ അഗ്ലോണിമ ചെടികൾ, ജറബറൻ്റെ ഒരു ലോകത്തേക്കാണ് നമ്മൾ എത്തിയത്. 3 എടുത്താൽ എത്രയാ, 300 റുപ്യ എങ്ങനെയോ വരുന്നു കേട്ടോ. പൈസ ഞാൻ പറഞ്ഞ് കറക്റ്റ് അല്ല, അത് നമ്മൾ ചോദിച്ചിട്ട് തന്നെ വാങ്ങണം. അപ്പോൾ എന്തിനു പറയുന്നത്, ഈ ജറബറ എന്ന് പറഞ്ഞ സാധനം ഞാൻ ഒരു യുദ്ധം ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരുപാട് കാലമായി. പക്ഷേ ഞാനതിപ്പോൾ ആ യുദ്ധം ഞാൻ തൽക്കാലം നിർത്തി വെച്ചതാണ്. രക്ഷയില്ല, ഈ വിജയം എനിക്ക് കിട്ടാത്തതുകൊണ്ട് ഞാൻ ആ തൽക്കാലം നിർത്തി വെച്ചതാണ്. പിന്നെ ആടുന്ന് ഇങ്ങോട്ട് വന്നപ്പോഴല്ലേ കാണുന്നത് നമ്മളെ പെട്രിയ പൂത്തങ്ങനെ നിൽക്കുന്ന. അപ്പോൾ എൻ്റെ മോളെ റമ്മ ഇതൊന്ന് നോക്ക്. ഞാൻ പറഞ്ഞു, മോളെ പെട്രിയ പുരയിലുണ്ട് പൂത്തെടുക്കുന്നത്, പിന്നെ ഇനി ഇത് എന്തെത്തും പറയാനാണെന്ന് പറഞ്ഞു. ഓക്ക് ഇഷ്ടമാണ് പെട്രിയ എന്ന് പറഞ്ഞ്. പുരയെ പൂത്ത തോളോട്ട് കണ്ടിട്ടുമില്ല, ഇവിടെ വന്നപ്പോഴാണ് കാണുന്നത്. പുരൻ്റെ മുറ്റത്തിറങ്ങിയാലല്ലേ കാണും. അങ്ങനെ ഇങ്ങോട്ട് വന്ന മക്കളെ. പിന്നെ അതേക്ക് നമുക്ക് വാങ്ങാനുള്ള കളക്ഷൻ്റെ അടുത്തേക്ക് എത്തിക്കുക. ഓർക്കിഡ് ഞാൻ തിരിച്ചും മറിച്ചും നോക്കി ഒരു രക്ഷയില്ല. പൂക്കൾ കണ്ട് അങ്ങനെ ഞാൻ ആടുന്ന് അങ്ങ് പോന്ന്. ആദ്യം അവിടെ നിൽക്കാത്ത നല്ലതെന്ന് എനിക്കും തോന്നി. ആടുന്ന് തിരിച്ചതേക്ക് പോന്നിക്കുക. ആടുന്ന് വന്ന മക്കളെ പിന്നെയും വന്നിക്കുക. ഓർക്കിഡിൻ്റെ ലോകം തന്നെ എന്താ ചെയ്യല്ലേ. അങ്ങനെ അതേക്ക് എന്താ രസം നോക്കി നിങ്ങൾ. അങ്ങനെ അതേക്ക് ഓർക്കിഡ് എന്ത് ഭംഗിയുള്ള പൂക്കളാട്ടോ. കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ എത്രയും ചെടികൾ നമുക്ക് വാങ്ങാനും മനസ്സിൽ ഞാനൊരന്ന് ആശ്വസിച്ച് എന്തെങ്കിലുമൊക്കെ ആകുകയായിരിക്കും. ഇവരൊക്കെ നമ്മളെയും മുറ്റത്ത് വരുത്താനാകുകയായിരിക്കും അല്ലേ. അല്ലേ വലുത്. അങ്ങനെ ആടുന്ന് ഇങ്ങോട്ട് പോന്ന് ഞാൻ അതേക്ക് ഡാലിയൻ്റെ ലോക മക്കളെ. പിന്നെ അതേക്ക് ഫയറോപ്പൽ ഓറഞ്ച് ചിരിച്ചങ്ങനെ നിൽക്കുകയല്ലേ. നമ്മളെ ഏത് ചെടി കുറേ ബോഗൺ വില്ലകൾ ഉണ്ടെങ്കിലും പഠിച്ച തമ്പുരാനായ റബ്ബെ ഈറ്റാലത്തെ ഒന്നും നമ്മളേലില്ല കേട്ടോ. ഞാനിതൊക്കെ നോക്കി നുണച്ചിറക്കി അങ്ങനെ നിൽക്കുക. അപ്പം എല്ലാവർക്കും നല്ലത് വരട്ടെ പ്രാർത്ഥിച്ചുകൊണ്ട്. ബായ്.